ഇത്രയും മുടി ഉണ്ടായിരുന്ന ഒരാൾ എന്തിനാണ് ഈ ട്രീറ്റ്മെൻറ്റ് വരുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എല്ലാവർക്കും അവരുടെ മുടി പോകുമ്പോൾ ഒരു ടെൻഷനുണ്ട്. ഇതിൻ്റെ 4 ഇരട്ടി മുടി ഉണ്ടായിരുന്നതാണ് ഈ മാഡം പറഞ്ഞത്. മാഡം ഒരു ആയുർവേദ ഡോക്ടറാണ് കേട്ടോ. വേറൊരു ആയുർവേദ ഡോക്ടറിൻ്റെ വീഡിയോ കണ്ടാണ് ഈ മാഡം ഇന്നെത്തിയത്. കൊല്ലം ബേസ്ഡാണ് മാഡം ക്ലിനിക്ക് ഇട്ടിരിക്കുന്നത്. മാഡം ഒത്തിരി സ്ഥലങ്ങൾ ഇങ്ങനെ മാറി മാറി ക്ലൈമറ്റ് ചേഞ്ചും ഒത്തിരി സ്ഥലങ്ങളിൽ പഠിക്കുന്നതിൻ്റെ ഒരു ആവശ്യത്തിനും അത് മാത്രമല്ല ക്ലിനിക്കിൻ്റെ ഒരു പ്രാക്ടീസിനൊക്കെ പല സ്ഥലങ്ങളിൽ മാറി വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് നിൻ്റെ പഴയ മുടിയൊക്കെ എന്ത് ചെയ്യുന്നു ചോദിക്കുമായിരുന്നു. അപ്പം ഈ മുടി ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന മുടി എന്താണെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വളരെ നാച്ചുറലായിട്ടാണ് ഹെയർ നമ്മൾ ചെയ്തത്. ലാസ്റ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. മാഡത്തിൻ്റെ നാച്ചുറൽ ഹെയർ വളരെ നല്ല ഭംഗിയുള്ള ഹെയർ തന്നെയാണ്. കുറച്ച് ഫ്രിസ്നെസ് വെച്ചിട്ട് ഡാമേജും ഉണ്ടെന്ന് ഒഴുകി കഴിഞ്ഞാൽ നല്ല ആ ഒരു ടെക്സ്ചറൊക്കെ നല്ല ടെക്സ്ചറാണ്. ആ ഡാമേജൊക്കെ മാറുമ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയിക്കോളും. വളരെ നാച്ചുറലായിട്ടാണ് ഹെയർ നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ ഹെയറിനൊരു വോളിയം വരും. പണ്ട് എൻ്റെ വീടിനടുത്തുള്ള അമ്മയുടെ ചേച്ചിയുടെ മോൾക്ക് ശീലേച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. ആ ശീലേച്ചിക്കും ഇതേപോലുള്ള മുടിയാണ് കേട്ടോ. ശീലേച്ചി എപ്പോഴും പൂ വെക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെയാണ് പൂ കെട്ടിക്കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഹെയർ കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അപ്പോൾ മാഡം വളരെ ഹാപ്പി ആയിട്ടാണ് പോയത്. നമ്മുടെ മുടി മാനേജ് ചെയ്യാനും അപ്പോൾ നമുക്ക് മാനേജബിൾ അല്ല, നമ്മൾ അയണറോ സ്ട്രെയിനറോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് ഡാമേജിനെയും ഫ്രിസ്നെസ്സും ഒക്കെ മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, ടാറ്റാ ബൈ.